ഒരു കാരണവശാലും കുട്ടികൾ ഇത് അനുകരിക്കാൻ പാടില്ല. കാരണം വളരെയധികം ഡേഞ്ചറസ് പരിപാടിയാണ്. നമ്മുടെ സാധനം തിളച്ചും മറിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സാധനം നമ്മുടെ കൊതുകിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓടിക്കാൻ പോകുന്നത്. നമ്മൾ കൊതുകിനെ ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടുന്ന കുറച്ച് ഐറ്റം നമ്മുടെ ടേബിൾ പുറത്തിരിപ്പുണ്ട്. വേണ്ടുന്ന മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഴുകുതിരി കേട്ടോ. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഗ്രാമ്പുതേ, കറുകപ്പട്ട മരത്തിൻ്റെ തൊലിയാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയധികം കറുകപ്പട്ട മരത്തിൻ്റെ തൊലി വേണം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഇതുപോലൊരു കുപ്പി ഗ്ലാസ്. മെഴുകുതിരിയില്ലേ, ഈ മെഴുകുതിരി നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു മെഴുക് നല്ല ഉരുകി വരുമ്പോൾ നമ്മുടെ ഒരു മെഴുകുതിരിക്കകത്തുള്ളതായി ഈ നൂലുണ്ടല്ലോ, ഈ നൂല് നമുക്ക് ഇനി എടുത്ത് മാറ്റണം കേട്ടോ. അപ്പം ഇനി ഒരുപാട് സമയം നമ്മൾ കളയരുത്, കാരണം പെട്ടെന്ന് ഇത് വീണ്ടും മെഴുകായിട്ട് മാറും. ഒരു നൂല് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഈർക്കിലെല്ലാം ചുറ്റിയിട്ട് നമ്മൾ ഇതുപോലെ നിട്ട് വെച്ചേക്കണം. ഇനി കുട്ടികളല്ല മുതിർന്നവരാണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ട ഈ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒടിച്ചിടാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ അതായത് കറുകപ്പട്ട പൊടിച്ച പൊടി. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇടണം. നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് വേണ്ട. ഇപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ കൊതുകുനാശിനി ഇതേ റെഡി ആയിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മുകളിലിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഈർക്കലുണ്ടല്ലോ, ഈർക്കൽ നമുക്ക് ഒഴിവാക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും കത്തിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കത്തിയിട്ടുണ്ട് ഇതാ കണ്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഒരു കൊതുവിനെ കൊല്ലാനുള്ള നമ്മുടെ ആ ഒരു മെഴുകുതിരി ഇപ്പം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇരുന്നുള്ളൂ. ഇത് പെട്ടെന്നൊന്നും ഉരുകി തീരത്തില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ മെഴുകുതിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുകി സൈഡിൽ കൂടെ തീർന്നുകൊണ്ടായിരിക്കും. പക്ഷേ ഇത് അങ്ങനെ എങ്ങും തീരത്തില്ല. ഒരു 1-1.5-2 മാസമൊക്കെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. കാരണം ഉരുകുന്ന ആ ഒരു മെഴുക് മൊത്തവും നമ്മുടെ ഈ ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു തുള്ളി പോലും പുറത്ത് പോകാത്തതുകൊണ്ട് ഒരുപാട് നാളിരിക്കും.